പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 174 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഈ എപ്പിസോഡിലെ പഠന വിഷയം ലേവ്യ പുസ്തകം 23 അധ്യായം 39 വാക്യത്തോട് അനുബന്ധമായിട്ട് ഉള്ളതാകുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു: 7 ദിവസം ഉത്സവം ആചരിക്കണം. 1-ാം ദിവസം വിശുദ്ധ സ്വസ്ഥത, 8-ാം ദിവസവും വിശുദ്ധ സ്വസ്ഥത. ദൈവമാകുന്ന കർത്താവ് വാരോത്സവത്തിൻ്റെ ചട്ടങ്ങൾ മോശയ്ക്ക് കൽപ്പനയായി നൽകിയിരിക്കുന്നു. കാനാനിൽ നിങ്ങൾ ആദ്യ വിളവെടുക്കുമ്പോൾ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിൻ്റെ പിറ്റേന്ന് ആണ് കറ്റ നീരാജനം ചെയ്യേണ്ടത്. കറ്റ നീരാജനം ചെയ്ത ദിവസത്തിൻ്റെ പിറ്റേന്ന് മുതൽ എണ്ണി 7 ശബത്ത് തികയണം. 7-ാമത്തെ ശബത്തിൻ്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി കർത്താവിന് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. ഭോജനയാഗത്തിനുള്ള അപ്പം നേരിയ മാവ് കൊണ്ട് പുളിപ്പിച്ച് ചുട്ടത് ആയിരിക്കണം. 2 അപ്പമാണ് ഉണ്ടാക്കേണ്ടത്. ലേവ്യ 23:17. നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത് എന്ന് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. ഭോജനയാഗത്തിന് പാനീയയാഗവും ഉണ്ടായിരിക്കണം. അത് ഒരു നാഴി വീഞ്ഞായിരിക്കണമെന്ന് ലേവ്യ 23:13 എഴുതിയിരിക്കുന്നു. ഭോജനയാഗം അർപ്പിക്കുവാൻ വരുമ്പോൾ യാതൊരു ഭക്ഷണവും കഴിച്ചിരിക്കുവാൻ പാടില്ല എന്ന വ്യവസ്ഥയും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. വിശുദ്ധ കുർബാനയാകുന്ന സമാധാന സ്തോത്രയാഗം ഉപവാസത്തോടുകൂടെ അർപ്പിക്കണമെന്നത് ഈ പശ്ചാത്തലത്തിൽ ചിന്തനീയമാണ്. ഇവയെല്ലാം നിഴലുകൾ മാത്രമായിരുന്നു എന്നാണ് എബ്രായ ലേഖനം 10:1 നാം പഠിക്കുന്നത്. ഈ നിഴലൂടെ പൊരുളാണ് നമ്മളുടെ പഠന വിഷയം. ആദ്യ ഫലം എന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് 1 കൊരിന്ത്യർ 15:23 രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ഉയർപ്പ് ആദ്യ ഫലമാണ്. നീരാജനം ചെയ്യുന്നത് ശബത്തിൻ്റെ പിറ്റേന്നാൾ, അതായത് ഞായറാഴ്ചയായിരിക്കണം. യേശുവിൻ്റെ ഉയർപ്പ് ഞായറാഴ്ചയായിരുന്നു. അന്ന് ശബത്തായി ആചരിക്കണം. ന്യായപ്രമാണ സഭയുടെ പൊരുളായ പുതിയ നിയമസഭയുടെ ശബത്ത് ഞായറാഴ്ചയായി ആചരിക്കുന്നത് ദൈവ കൽപ്പനയായിട്ടാവും. അന്ന് ഭോജനയാഗം അർപ്പിക്കണം. അത് പൊളിപ്പിച്ച് ഉപ്പ് ചേർത്ത് ചുട്ടെടുത്ത അപ്പവും വീഞ്ഞും ആയിരിക്കണം. ഈ ഭോജനയാഗം സമാധാന സ്തോത്ര യാഗം എന്ന് അറിയപ്പെടുന്നു. വിശുദ്ധ കുർബാന സമാധാന സ്തോത്ര യാഗമാകുന്നു. ഇത് യാഗം അർപ്പിക്കുമ്പോൾ പുരോഹിതനായി അർപ്പിക്കണം. ഞാൻ പുരോഹിതനായി അനുഷ്ഠിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് സാക്ഷിക്കുന്ന റോമർ 15:15. അപ്പവീഞ്ഞിയുടെ ഭോജനയാഗം ന്യായപ്രമാണ ആരാധനയ്ക്ക് മുമ്പ് അബ്രഹാമിൻ്റെ കാലത്ത് ആരംഭിച്ചിരുന്നു. ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കീസേദെക്കാണ് ഇത് അർപ്പിച്ചത്. ഉൽപ്പത്തി 14:18. യേശു ക്രിസ്തു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനാകുന്നു എന്ന് എബ്രായ ലേഖനം 6:20 സാക്ഷിക്കുന്നു. പുതിയ നിയമ സഭയുടെ ആരാധന മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം ഉള്ളതാകുന്നു എന്നത് യേശു ക്രിസ്തുവിൽ നിന്ന് നാം പ്രാപിച്ച അധികാരത്താൽ അത് വ്യക്തമായി കാണുവാൻ സാധിക്കും. ക്രിസ്തു മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാകയാൽ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച സമാധാന സ്തോത്രയാഗമാവുന്ന വിശുദ്ധ കുർബാന ബലിയായി സമർപ്പിക്കുവാൻ അപ്പോസ്തോലിക സഭയ്ക്ക് യേശു ക്രിസ്തു തൻ്റെ നിത്യ പൗരോഹിത്യത്തിൻ്റെ പങ്കാളിത്തം നൽകുകയും അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമസഭ പൗരോഹിത്യ സഭയായി നിലനിൽക്കുന്നതും വിശുദ്ധ കുർബാന സമാധാന സ്തോത്ര യാഗമായി നാം അർപ്പിക്കുന്നത്.
ഇത്രയും എന്നെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.